everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ എത്ര തവണ അതുപോലെ എത്ര എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഹൗ മച്ച്, ഹൗ മെനി ടൈംസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ഇന്ന് പഠിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അടിപൊളി വർക്കുകളാണ്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഹൗ മച്ച്, ഹൗ മെനി ടൈംസ്. ഇത് നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് സെൻറ്റൻസുകളിൽ അല്ലേ. അപ്പോൾ ചില സെൻറ്റൻസുകളിൽ നമ്മൾ കാണാറുണ്ട് ഹൗ മെനി, ചില സെൻറ്റൻസുകളിൽ ഹൗ മച്ച് എന്ന് പറയാറുണ്ട്. ഈ ഹൗ മെനിയും ഹൗ മച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടും നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ എണ്ണം അല്ലേ, ഒരു പ്രൊഡക്റ്റിൻ്റെ എണ്ണം നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് എപ്പോഴും നമ്മൾ അൺകൗണ്ടബിൾസിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ, ഓയിൽ, അതുപോലെ തന്നെ ഷുഗർ, അതുപോലെ ടീ, ഇങ്ങനെയുള്ള എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെയാണ് നമ്മൾ മച്ച്, അതായത് ഹൗ മച്ച് എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് എണ്ണാൻ സാധിക്കുന്ന കൗണ്ടബിൾസിൻ്റെ കൂടെയാണ് നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില സിറ്റുവേഷനിൽ ഹൗ മച്ചും നമ്മൾ വാട്ടർ, ഓയിൽ, മിൽക്ക് ഇവയുടെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവിടെ എത്ര വെള്ളമുണ്ട്. അവിടെ എത്ര വെള്ളമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹൗ മച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അവിടെ എത്ര വെള്ളമുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, ഹൗ മച്ച് എന്നാണ്. അപ്പം എങ്ങനെ ചോദിക്കും, അവിടെ എത്ര വെള്ളമുണ്ട്. ഇവിടെ ഒരു അളവൊന്നും പറഞ്ഞിട്ടില്ല. സോ ഹൗ മച്ച് വാട്ടർ ഈസ് ദർ, ഹൗ മച്ച് വാട്ടർ ഈസ് ദർ. ഇവിടെ എത്ര വെള്ളമുണ്ട്. എങ്ങനെയാ പറയാ, ഹൗ മച്ച് വാട്ടർ ഈസ് അല്ലേ. ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈസ് ആണ്. ഈസ് ദർ, അവിടെ എത്ര വെള്ളമുണ്ട്. നീ എത്ര പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. നീ എത്ര പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര അളവ്, എത്ര കിലോ അല്ലെങ്കിൽ എത്ര ഗ്രാം എന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. നീ എത്ര പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹൗ മച്ച് ഷുഗർ ഹാവ് യു ബോട്ട് എന്നാണ്. ഹൗ മച്ച് ഷുഗർ, എത്ര പഞ്ചസാര, ഹാവ് യു ബ്രോട്ട് അല്ലേ. ബ്രിങ്ങിൻ്റെ V3 ആണ് ബ്രോട്ട് എന്ന് പറയുന്നത്, കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. അപ്പം ഹാവ് യു ബ്രോട്ട്. ഹൗ മച്ച് ഷുഗർ ഹാവ് യു ബ്രോട്ട്. ഹൗ മച്ച് ഷുഗർ ഹാവ് യു ബ്രോട്ട് അല്ലേ. ബ്രോട്ട്, ഹാവ് യു ബ്രോട്ട്. എത്ര ഷുഗർ അല്ലെങ്കിൽ എത്ര പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഹൗ മച്ച് എന്ന് യൂസ് ചെയ്തു. ഇവിടെ നമ്മളൊരു അളവ് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മൾ സെൻറ്റൻസ് മാറും, നമുക്ക് പഠിക്കാം. നെക്സ്റ്റ്, എത്ര പാൽ വാങ്ങണം. ഹൗ മച്ച് മിൽക്ക്, എങ്ങനെ വാങ്ങണം എന്ന് ചോദിക്കുക, ഷുഡ് ഐ ബൈ അല്ലേ. ഞാൻ എത്ര പാൽ വാങ്ങണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെ ചോദിക്കും, ഹൗ മച്ച് മിൽക്ക് ഷുഡ് ഐ ബൈ. ഹൗ മച്ച് മിൽക്ക് ഷുഡ് ഐ ബൈ അല്ലേ. എത്ര മിൽക്ക് ഞാൻ വാങ്ങണം. ആ കിണറിൽ എത്ര വെള്ളമുണ്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മളൊരു വീടിനരികിലൂടെ പോവുകയാണ്, അവിടെ ഒരു കിണർ കണ്ടു. അവിടെ നമ്മൾ ചോദിക്കാറുണ്ട് ഈ കിണർ അല്ലെങ്കിൽ ആ കിണറിൽ എത്ര വെള്ളമുണ്ട്. ഇതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അവിടെ വെള്ളത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ എങ്ങനെ ചോദിക്കണം, ഹൗ മച്ച് വാട്ടർ ഈസ് ദർ അല്ലേ. ഉണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസ് ദർ. ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദാറ്റ് വെൽ. ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദാറ്റ് വെൽ. അപ്പോൾ ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദാറ്റ്
വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറിൽ എത്ര വെള്ളമുണ്ട്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അവന്റെ കയ്യിൽ എത്ര പണമുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ വാട്ടർ അതുപോലെ എണ്ണാൻ പറ്റുന്ന കാര്യത്തിന്റെ കൂടെയാണ് നമ്മൾ മെനി യൂസ് ചെയ്യുന്നതെന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വസ്തുവിന്റെ കൂടെയാണ് നമ്മൾ മച്ച് യൂസ് ചെയ്യുന്നതും എന്ന് പറഞ്ഞു. എന്നാൽ ഈ പണം എന്നുള്ളതുണ്ടല്ലോ, ഈ പണത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് എന്നാണ്. അത് എണ്ണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാം, പക്ഷെ അതിൻ്റെ മൂല്യമാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പണത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹൗ മച്ച് എന്നാണ്. ഫോർ എക്സാമ്പിൾ, അവൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്, അവൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നെങ്ങനെ ചോദിക്കുക. അവൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്, ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് എന്ന്. ഇവിടെ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യാറില്ല. ഹൗ മച്ച് മണി ഈസ് ഇൻ ഹിസ് ഹാൻഡ് എന്ന് പറയാം. ഹൗ മച്ച് മണി ഈസ് ഉണ്ട് അല്ലേ, ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഹൗ മച്ച് മണി ഡസ് ഹി ഹാവ് ഇൻ ഹിസ് ഹാൻഡ് എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയാണ് നമുക്ക് നല്ലത് അല്ലേ. അപ്പം ഹൗ മച്ച് മണി ഈസ് ഇൻ ഹിസ് ഹാൻഡ് അല്ലേ, ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്. അപ്പോൾ ഇതുപോലെ പണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ എത്ര എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഹൗ മച്ച് തന്നെ യൂസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ, ഓയില്, അതുപോലെ ഷുഗർ, പാല്, വെള്ളം, ഇവയുടെ കൂടെ നമ്മൾ ചില സിറ്റുവേഷനിൽ ഹൗ മെനി യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതെവിടെയാണെന്ന് നോക്കാം. എത്ര കിലോ പഞ്ചസാര വേണം, എത്ര കിലോ പഞ്ചസാര വേണം. അപ്പം നമ്മളിപ്പോൾ കടയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അളവ് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു അളവോട് കൂടിയിട്ട് ഈ പ്രോഡക്റ്റ് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹൗ മെനി യൂസ് ചെയ്യണം. അപ്പോൾ എത്ര കിലോ പഞ്ചസാര വേണം എന്ന് ചോദിക്കുമ്പോൾ ഹൗ മെനി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു അളവൊന്നും ഇല്ലാത്ത പഞ്ചസാരൻ്റെ ഒരു കാര്യമാണ് അല്ലേ, അവിടെ നമുക്ക് ഹൗ മച്ച് യൂസ് ചെയ്യാം. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അതിന് എത്ര കിലോ പഞ്ചസാര വേണം അല്ലേ, ഒരു കടയിലേക്ക് പോകുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ചോദിക്കും, ഹൗ മെനി അല്ലേ. എന്തുകൊണ്ടാണ് ഹൗ മെനി പറഞ്ഞതെന്ന് അറിയാലോ, ഇവിടെ കിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ഷുഗർ അല്ലേ, നമ്മൾ ഷുഗർ, വാട്ടർ ഇതിനൊക്കെ മുമ്പിലായിട്ട് നമ്മൾ ഓഫ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓഫ് ഷുഗർ ആർ നീഡഡ് അല്ലേ. ഇവിടെ കിലോഗ്രാംസ് എന്നാണ്, എത്ര കിലോഗ്രാം വേണം എന്നാണ്. അപ്പം അവിടെ ആർ നീഡഡ്. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ഷുഗർ ആർ നീഡഡ്, എത്ര കിലോ പഞ്ചസാര വേണം. ഓക്കെ, നെക്സ്റ്റ്, നീ എത്ര കുപ്പി വെള്ളം എടുത്തു. ഇപ്പം നമ്മൾ പുറത്ത് പോകാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളൊരു സെൻറ്റൻസ് ആണല്ലേ, നീ എത്ര കുപ്പി വെള്ളം എടുത്തു. നീ വെള്ളം എടുത്തു അല്ലെങ്കിൽ നീ വെള്ളം എടുത്തോ, നീ എത്ര വെള്ളം എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് നീ എത്ര കുപ്പി വെള്ളം എടുത്തു, നീ എത്ര ബോട്ടിൽ വെള്ളം എടുത്തു എന്നുള്ള ഒരളവ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് പറയണം, ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ ഡിഡ് യു ടേക്ക്. അപ്പോൾ ഹൗ മെനി bottles of water did you take. How many bottles of water did you take? അല്ലേ, എടുത്തു. ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ ഡിഡ് യു ടേക്ക്, നീ എത്ര കുപ്പി വെള്ളം എടുത്തു. അവിടെ കുപ്പിയുടെ കണക്ക് നമ്മൾ പറയുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്തു. നെക്സ്റ്റ്, അവൾ എത്ര ലിറ്റർ പാല് വാങ്ങി. അവൾ എത്ര പാല് വാങ്ങി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ മച്ച് എന്ന് യൂസ് ചെയ്യും. ഇവിടെ അവൾ എത്ര ലിറ്റർ പാല് വാങ്ങി എന്ന് ചോദിക്കുന്നുണ്ട്. സോ എങ്ങനെ ചോദിക്കും, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഷീ ബൈ. ഓക്കെ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഷീ ബൈ, വാങ്ങി. അവൾ എത്ര ലിറ്റർ പാല് വാങ്ങി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഞാൻ എത്ര കിലോ അരി വാങ്ങണം. ഇപ്പോൾ കടയിലേക്ക് അരി വാങ്ങാനായിട്ട് പോവുകയാണ്.
ഇപ്പോൾ മക്കളാരെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ പോവുകയാണ്, ആ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ചോദിക്കും, ഞാൻ എത്ര കിലോ അരി വാങ്ങണം, എത്ര കിലോ എന്നുണ്ട് അല്ലേ. അതുകൊണ്ടൊരു അളവ് നമ്മൾ പറയുന്നുണ്ട്. അവിടെ എന്ത് യൂസ് ചെയ്യണം? ഹൗ മെനി യൂസ് ചെയ്യണം. അപ്പം എങ്ങനെ പറയും? ഞാൻ എത്ര കിലോ അരി വാങ്ങണം. ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഷുഡ് ഐ ബൈ? ഹൗ മെനി കിലോഗ്രാം, എത്ര കിലോ അരി വാങ്ങണം. അപ്പം കിലോഗ്രാം ഓഫ് റൈസ് വാങ്ങണം എന്നാണ്. ഷുഡ് ഐ ബൈ, ഷുഡ് ഐ ബൈ, ഷുഡ് ഐ ബൈ. ഇവിടെയൊക്കെ നമ്മൾ ഹൗ മെനി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണോ നമ്മൾ പ്രൊഡക്റ്റ് അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഓക്സിലറി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സബ്ജക്റ്റ് പിന്നീട് കൊടുക്കാനായിട്ട്. കാരണം ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഹൗ മെനി എന്താണോ നമുക്ക് പറയാനുള്ളത്, അതിന് അളവുണ്ടെങ്കിൽ അളവും അതിൻ്റെ പ്രൊഡക്റ്റും യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഓക്സിലറി ഇവിടെ വാങ്ങണം എന്നുള്ളതായതുകൊണ്ട് ഷുഡ് യൂസ് ചെയ്തു, ഷുഡ് ഐ ബൈ. അല്ലെങ്കിൽ വാങ്ങി എന്നാണെങ്കിൽ ഡിഡ് അല്ലേ, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാവ് ഓർ ഹാസ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ മലയാളത്തിൽ എത്ര തവണ, എത്ര പ്രാവശ്യം, എത്ര വട്ടം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ മെനി ടൈംസ് എന്ന് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഹൗ മച്ച് പഠിച്ചു, ഹൗ മെനി പഠിച്ചു, ഹൗ മെനി ടൈംസ് എന്നും കൂടിയുണ്ട്. ഇന്നലെ നമ്മൾ ഹൗ ലോങ് ആണ് പഠിച്ചത്, അതിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ടൈം യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹൗ മെനി ടൈംസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എത്ര തവണ, എത്ര പ്രാവശ്യം എന്നൊക്കെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നീ എത്ര തവണ ഈ പുസ്തകം വായിച്ചു അല്ലേ, നീ എത്ര തവണ ഈ സിനിമ കണ്ടു, നീ എത്ര തവണ ആ വീഡിയോ കണ്ടു, നിങ്ങൾ എത്ര തവണ എൻ്റെ വീഡിയോ കണ്ടു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ മെനി ടൈംസ് എന്ന് യൂസ് ചെയ്യാറുള്ളത്. ഹൗ മെനി ടൈംസ് അല്ലേ. ഹൗ മെനി എപ്പോഴും നമ്മൾ പ്ലൂരലിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഹൗ മെനി ടൈംസ്. ഓക്കെ, നീ എത്ര തവണ ഈ പുസ്തകം വായിച്ചു എങ്ങനെ പറയാം? ഹൗ മെനി ടൈംസ് ഹാവ് യു റെഡ് ദിസ് ബുക്ക് അല്ലേ. ഹൗ മെനി ടൈംസ്, എത്ര തവണ ഹാവ് യു റെഡ് അല്ലേ. റെഡിൻ്റെ V3യും റെഡ് തന്നെയാണ്. അപ്പം ഹാവ് യു റെഡ് ദിസ് ബുക്ക്, നീ എത്ര തവണ ഈ പുസ്തകം വായിച്ചു. നെക്സ്റ്റ്, നീ എത്ര തവണ അവളെ വഴക്ക് പറഞ്ഞു, നീ എത്ര തവണ അവളെ വഴക്ക് പറഞ്ഞു, നീ എത്ര തവണ അവളെ അടിച്ചു, നീ എത്ര പ്രാവശ്യം അവളെ കാരിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. എങ്ങനെ ചോദിക്കും? ഹൗ മെനി ടൈംസ് ഡിഡ് യു ആർഗ്യൂ അല്ലേ. ആർഗ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുക. ആർഗ്യൂ വിത്ത് ഹർ. ഹൗ മെനി ടൈംസ് ഡിഡ് യു ആർഗ്യൂ വിത്ത് ഹർ. ആർഗ്യൂ വിത്ത് ഹർ അല്ലേ. എത്ര തവണ നീ അവളെ വഴക്ക് പറഞ്ഞു. ക്ലിയർ ആണല്ലോ. എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് വന്നു എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്. അപ്പം എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് ഐ കം ഹിയർ. ഹാവ് ഐ കം ഹിയർ. ഹൗ മെനി ടൈംസ് ഹാവ് അല്ലേ, വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം ഹാവ്. ഐ കം ഹിയർ. ഹാവ് ഐ കം ഹിയർ, എത്ര തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെന്റൻസുകൾ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, നീ എത്ര കിലോ അരി വാങ്ങി. നീ എത്ര കിലോ അരി വാങ്ങി. ഫസ്റ്റ് വൺ, ഇവിടെ നീ എത്ര കിലോ അരി വാങ്ങി എന്നേ ചോദിച്ചിട്ടുള്ളൂ. അവിടെ ഒരു അളവോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നീ എത്ര കിലോ അരി വാങ്ങി. ഹൗ ഡേഷ് റൈസ് ഡിഡ് യു ബൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസും മച്ച് മെനി ടൈംസ് ഒക്കെ ഉണ്ട്. ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, നീ ചായയിൽ എത്ര ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. നീ ചായയിൽ എത്ര ടീസ്പൂൺ പഞ്ചസാര ഇട്ടു എന്നുള്ള ഒരു അളവ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എത്ര ടീസ്പൂൺ എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളവിടെ എന്ത് യൂസ് ചെയ്യണം? ഹൗ ഡേഷ് ടീസ്പൂൺസ് ഓഫ് ഷുഗർ ഡിഡ് യു പുട്ട് ഇൻ ദ ടീ? ഓക്കെ ആണല്ലോ. ഓപ്ഷൻസ് മെനി ടൈംസ്, അതുപോലെ മച്ച്, മെനി എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് സിമ്പിൾ ആയിരിക്കും. എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, അവൻ എത്ര തവണ ദുബായിൽ പോയിട്ടുണ്ട്? അവൻ എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്? അപ്പോൾ ഇവിടെ ഹൗ ഡേഷ് ഹാസ് ഹി ബീൻ ടു ദുബായ്? അവൻ എത്ര തവണ ദുബായിൽ പോയിട്ടുണ്ട്? മെനി, മെനി ടൈംസ്, മച്ച്. ഇതിലേതായിരിക്കും? എത്ര തവണ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ പറയുക. സിമ്പിളാണ്. മെനി ആണോ, മച്ച് ആണോ, മെനി ടൈംസ് ആണോ എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അതായത് ഇപ്പം ഫസ്റ്റത്തെ എന്താണോ ആൻസർ, അപ്പോൾ ഫസ്റ്റ് അത് കൊടുക്കുക. രണ്ടാമത്തെ എന്താണോ ആൻസർ, രണ്ടാമത് കൊടുക്കുക. മൂന്നാമത്തെ എന്താണോ ആൻസർ, ഇതിനെ ഒരുമിച്ചാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ എന്താണ് ഒരുപോലെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് സെൻറ്റൻസ് കംപ്ലീറ്റും ടൈപ്പ് ചെയ്ത് ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവാം. അതല്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് ആൻസർ മാത്രം ഫസ്റ്റേത്, സെക്കൻഡേത്, തേർഡേത് അങ്ങനെ കൊടുക്കുക. സിമ്പിളാണ് വീഡിയോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ. സിമ്പിളായൊരു വീഡിയോ ആണ്, പക്ഷേ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി ലൈഫിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇന്ന് ചിലപ്പോൾ ലൈവ് ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വിടാം. 9-ൻ്റെയും 10-ൻ്റെയും 9 മണിയുടെയും 10 മണിയുടെയും ഇടയിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ഒരു വെർബ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ ഇതൊക്കെ ഇനി ലൈവിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇന്നല്ല പിന്നീട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്നതും ലൈവിൽ പങ്കെടുക്കാൻ നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നോക്കട്ടെ, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ നോട്ടിഫിക്കേഷൻ വിടാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.